നമ്മുടെ ജീവിതത്തിലും കുടുംബങ്ങളിലും ഈ സമൂഹത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? 10-15 വർഷം മുൻപ്, അതായത് സോഷ്യൽ മീഡിയ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരുന്ന കാലഘട്ടം, കുടുംബ ബന്ധങ്ങളൊക്കെ എത്ര മനോഹരമായിരുന്നല്ലേ? ഭാര്യയ്ക്കും ഭർത്താവിനും ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും മക്കളെ കേൾക്കാനുമൊക്കെ നേരമുണ്ടായിരുന്നു. എന്നാൽ കോവിഡിന് ശേഷം നമ്മുടെ വീടുകളിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലാണ് പലരും കൂടുതൽ സമയം ചിലവഴിക്കുന്നത്. ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലുമുള്ള സൗഹൃദങ്ങൾ, ഇതിൽ ചതിക്കപ്പെടുന്നതും ഇരയാകപ്പെടുന്നതുമെല്ലാം സ്ത്രീകളാണ്. മലപ്പുറം കൽപ്പകഞ്ചേരിയിൽ 2 മക്കളുടെ അമ്മയായ യുവതി ഒരു സൗഹൃദ കെണിയിൽ കുടുങ്ങിയതാണ്. പിന്നീട് എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. സോഷ്യൽ മീഡിയയിലെ ഒരു ചാറ്റിൽ തുടങ്ങിയ സൗഹൃദമാണ് മലപ്പുറം കൽപ്പകഞ്ചേരിയിലെ വീട്ടമ്മയുടെ ജീവിതം തകർത്തത്. 2 കുട്ടികളുടെ അമ്മയായ യുവതി ആൺ സുഹൃത്തിന് തൻ്റെ സ്വകാര്യ ദൃശ്യങ്ങൾ വരെ അയച്ചു കൊടുത്തു. അതിനിടെ അയാൾ ഈ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് പല രീതിയിൽ യുവതിയെ ചൂഷണം ചെയ്തു. വീട്ടമ്മയുടെ ആത്മഹത്യയ്ക്ക് പിന്നാലെയാണ് എല്ലാവരും ഈ വഴിവിട്ട ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്. വീട്ടുകാരുടെ പരാതിയിൽ ആൺ സുഹൃത്ത് കന്മനം സ്വദേശി മുഹ്സീനെ അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസിന്റെ നടപടി. പ്രതിക്ക് വേറെയും നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്നാണ് സംശയം. ഒക്ടോബർ 31-നാണ് 2 കുട്ടികളുടെ മാതാവായ യുവതിയെ ഭർതൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്ന് തന്നെ വീട്ടുകാരുടെ പരാതിയിൽ കൽപ്പകഞ്ചേരി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരുന്നു. സമൂഹമാധ്യമം വഴിയാണ് മുഹ്സിൻ യുവതിയുമായി സൗഹൃദത്തിലായത്. പിന്നീട് യുവതിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന പ്രതിയുടെ സംശയം വൈരാഗ്യത്തിനിടയാക്കി. തുടർന്ന് ഇയാളുടെ മൊബൈൽ ഫോണിലുള്ള യുവതിയുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതിൽ മനം നൊന്താണ് യുവതി ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് പറഞ്ഞു. യുവതിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധനയിൽ മുഹ്സിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും മൊബൈൽ ഫോൺ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും ചെയ്തു. പരിശോധനയിൽ യുവതിക്ക് അയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ പോലീസിന് തെളിവായി ലഭിച്ചു. പ്രതിക്ക് വേറെയും നിരവധി സ്ത്രീകളുമായി ബന്ധമുണ്ടെന്ന് പോലീസ് പറഞ്ഞു. വീട്ടിൽ നിന്നാണ് മുഹ്സിനെ പോലീസ് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. നമ്മുടെ നാട്ടിൽ വിവാഹ തട്ടിപ്പ് നടത്തി പണവുമായി മുങ്ങുന്ന ഒട്ടേറെ ബിരുദന്മാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സ്ത്രീകളും വിവാഹ തട്ടിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ മാട്രിമോണിയൽ പരസ്യം നൽകി ലക്ഷങ്ങൾ തട്ടിയെടുത്ത ഒരമ്മയും മകളുമുണ്ട്. ഒരു കുട്ടിയുടെ അമ്മയായ യുവതിയും അവരുടെ മാതാവും ചേർന്നാണ് തട്ടിപ്പ് നടത്തിയത്. കല്യാണാലോചനയുമായി എത്തിയ യുവാവിനെ കബളിപ്പിച്ച് പണം തട്ടിയതിന് 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. പന്തളം സ്വദേശി ദേവിക ആർ നായർ, അമ്മ ശ്രീലേഖ എന്നിവർ സമാനമായ രീതിയിൽ കൂടുതൽ പേരെ കബളിപ്പിച്ചിട്ടുണ്ടെന്നാണ് വിവരം. തിരുവനന്തപുരം സ്വദേശിനിയാണ് പരാതിക്കാരിയായ യുവതി. ഇവരുടെ സഹോദരിയുടെ മകൻ മാട്രിമോണിയൽ പരസ്യത്തിലൂടെയാണ് പന്തളം തോന്നല്ലൂർ സ്വദേശിനി ദേവികയെ പരിചയപ്പെട്ടത്. യുവതിയുടെ പ്രൊഫൈൽ ഇയാൾ കാണുകയും വിവാഹാലോചന നടത്തുകയുമായിരുന്നു. തുടർന്ന് ഇവരുടെ വിശ്വാസവും താൽപര്യവും ആർജിച്ച ശേഷം യുവതിയുടെ അമ്മ ക്യാൻസർ രോഗിയാണെന്നും മറ്റും യുവാവിനെയും അമ്മയെയും വിശ്വസിപ്പിച്ചു. ആശുപത്രിയിൽ അടയ്ക്കാനാണെന്ന് പറഞ്ഞ് 1,76,500 രൂപ ഇവരിൽ നിന്നും പലതവണയായി കൈപ്പറ്റി. പിന്നീട് 57,500 രൂപ ബാങ്ക് അക്കൗണ്ട് വഴി തിരികെ നൽകി. ബാക്കി തുകയായ 1,18,950 രൂപ തിരിച്ചു കൊടുത്തില്ല എന്നാണ് പരാതി. പിന്നീടാണ് യുവാവിനെ ദേവിക പറ്റിച്ചതാണെന്നും ഇവർ വിവാഹിതയും 1 കുട്ടിയുടെ അമ്മയുമാണെന്നും യുവാവിനും കുടുംബത്തിനും വ്യക്തമായത്.
പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്ക് ഇവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പന്തളം പോലീസ് യുവതിക്കും അമ്മയ്ക്കുമെതിരെ കേസെടുക്കുകയായിരുന്നു. ഈ വർഷം ജനുവരി 1-നും മെയ് 29-നും ഇടയിലാണ് തട്ടിപ്പ് നടന്നത്. പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ഇൻസ്പെക്ടർ TD പ്രതീഷിന്റെ നേതൃത്വത്തിൽ വിശദമായി ചോദ്യം ചെയ്തു. കേസിൽ അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേർ തട്ടിപ്പിനിരയായിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് 18 പത്തനംതിട്ട. തൃശൂർ ജില്ലയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ കൊടികുത്തി വാണ്ടിരുന്ന കാലം. അടിക്കടിയും തിരിച്ചടിയും കൊല്ലും കൊലയുമെല്ലാം നാടിനെ ഭീതിയിലാഴ്ത്തിയിരുന്നു. അക്കാലത്താണ് 2010-ൽ കുമ്പളങ്ങാട് DYFI പ്രവർത്തകനെ BJPക്കാർ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം അരങ്ങേറിയത്. കുമ്പളങ്ങാട് സ്വദേശി ബിജുവിനെ വെട്ടിക്കൊല്ലുകയും സുഹൃത്ത് ജിനീഷിനെ ആക്രമിക്കുകയും ചെയ്ത കേസ് നടന്നിട്ട് 15 വർഷം പൂർത്തിയായെങ്കിലും ഇന്നും അത് നടുക്കുന്ന ഓർമ്മയാണ്. കേസിൽ പ്രതികളായ 8 BJP പ്രവർത്തകർക്ക് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഇതുകൂടാതെ ആക്രമണത്തിന് 10 വർഷവും സംഘം ചേരലിനും ഗൂഢാലോചനയ്ക്കും ഓരോ വർഷവും ശിക്ഷ വിധിച്ചു. പ്രതികൾ ഓരോരുത്തരും 1 ലക്ഷം രൂപ പിഴയടക്കണമെന്നും ഉത്തരവിലുണ്ട്. കുമ്പളങ്ങാട്ടെ DYFI പ്രവർത്തകൻ ബിജുവിനെ വെട്ടിക്കൊന്ന കേസിൽ BJP പ്രവർത്തകരായ ജയേഷ്, സുമേഷ്, സെബാസ്റ്റ്യൻ, ജോൺസൺ, ബിജു, സതീഷ്, സുനീഷ്, സനീഷ് എന്നിവരെയാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. 8 പേരും ഓരോ ലക്ഷം രൂപ വീതം പിഴയും നൽകണം. ഇതിൽ ബിജുവിന്റെ കുടുംബത്തിന് 5 ലക്ഷം നൽകണമെന്നാണ് തൃശൂർ 3-ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ്. കേസിൽ ആകെ 9 പ്രതികളാണ് ഉണ്ടായിരുന്നത്. കേസിലെ 6-ാം പ്രതി രവി വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ കേസ് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചത്. ആക്രമണത്തിൽ പരിക്കേറ്റ ജിനീഷ് അടക്കം 24 സാക്ഷികളെ പ്രോസിക്യൂഷൻ ഭാഗത്ത് നിന്ന് വിസ്തരിച്ചു. 82 രേഖകളും 23 തൊണ്ടിമുതലുകളും ഹാജരാക്കി. വടക്കാഞ്ചേരി ഇൻസ്പെക്ടറായിരുന്ന നിലവിൽ ഗുരുവായൂർ ACP ആയ TS സിനോജാണ് കേസന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത്. മെയ് 16-നാണ് കുമ്പളക്കാട് ഗ്രാമീണ വായനശാലയുടെ മുൻഭാഗത്ത് വെച്ച് CPM DYFI പ്രവർത്തകനായ ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. DYFI യൂണിറ്റ് സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ BJP RSS പ്രവർത്തകരായ പ്രതികൾ 4 ബൈക്കുകളിലെത്തി ബിജുവിനെ മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. പ്രതികൾ വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ബിജുവിന്റെ തലയിലും കൈയിലും വെട്ടി. തടയാനെത്തിയ ജിനീഷിനെയും വെട്ടിവീഴ്ത്തി. സമീപത്തുണ്ടായിരുന്നവരെ വാള് വീശി ഭയപ്പെടുത്തിയായിരുന്നു ആക്രമണം. രാഷ്ട്രീയ വിരോധത്താൽ വാളും കമ്പിവടിയും ദണ്ഡുകളും ഉപയോഗിച്ച് ആക്രമിച്ചുവെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. ന്യൂസ് 18 തൃശൂർ. മലപ്പുറത്ത് നിർത്തിയിട്ട കാറിനുള്ളിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത. കുറ്റിപ്പുറം സ്വദേശി ജാഫറിനെ സുഹൃത്തിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട വാഹനത്തിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്ത് അഷ്റഫും ജാഫറും കഴിഞ്ഞ രാത്രി ഒന്നിച്ചിരുന്ന് മദ്യപിച്ചിരുന്നു. ഹൃദയാഘാതമാകാം മരണകാരണമെന്നാണ് സംശയമെങ്കിലും പോലീസ് മറ്റ് സാധ്യതകളും പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകുകയുള്ളൂവെന്ന് പോലീസ് പറയുന്നു. കുറ്റിപ്പുറം മല്ലൂർ കടവിന് സമീപം തെക്കേ അങ്ങാടിയിലാണ് സുഹൃത്തിന്റെ കാറിനകത്ത് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മല്ലൂർ കടവ് റോഡിൽ തെക്കേ അങ്ങാടിയിലെ ആലുക്കൽ ജാഫറാണ് മരിച്ചത്. സുഹൃത്തായ തെക്കേ അങ്ങാടി സ്വദേശി വരിക്കപ്പുലാക്കിൽ അഷ്റഫിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിന്റെ ഇടതുവശത്തെ മുൻസീറ്റിലിരിക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. ഹൃദയാഘാതമാകാം മരണകാരണമെന്നാണ് സംശയിക്കുന്നത്. തലേന്ന് രാത്രി ഇരുവരും ഭക്ഷണം കഴിക്കാനായി പുറത്തുപോയിരുന്നു.
സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: അഷ്റഫും ജാഫറും അടുത്ത സുഹൃത്തുക്കളാണ്. വെള്ളിയാഴ്ച രാത്രി ഇരുവരും ഭക്ഷണം കഴിക്കാനായി അഷ്റഫിന്റെ കാറിൽ പുറത്തുപോയി. രാത്രി ഏറെ വൈകിയാണ് തിരിച്ചെത്തിയത്. രാത്രിയിൽ ഇരുവരും മദ്യപിച്ചിരുന്നതായി അഷ്റഫ് മൊഴി നൽകിയിട്ടുണ്ട്. തിരിച്ച് അഷ്റഫാണ് കാർ ഡ്രൈവ് ചെയ്തത്. തിരിച്ച് വീട്ടിലെത്തിയ ശേഷം കാർ പോർച്ചിൽ നിർത്തി വീട്ടിലേക്ക് കയറിപ്പോയതായി അഷ്റഫ് പോലീസിനോട് പറഞ്ഞു. ഇവിടെ നിന്ന് ഏതാനും മീറ്റർ മാത്രം അപ്പുറത്താണ് ജാഫറിന്റെ വീട്. ജാഫർ നടന്ന് വീട്ടിലേക്ക് പോയിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് അഷ്റഫ് വീട്ടിലേക്ക് പോയത്. രാവിലെ ഉറക്കമുണർന്ന് വന്നു നോക്കുമ്പോഴാണ് ജാഫർ മരിച്ചതായി കണ്ടെത്തിയത്. ഉടൻ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കുറ്റിപ്പുറം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് 18 തിരൂർ. അപകടത്തിൽപ്പെടുന്നവരുടെയും അത്യാസന്ന നിലയിലുള്ള രോഗികളുടെയും ഒക്കെ ജീവൻ രക്ഷിക്കുന്ന മഹനീയ പ്രവർത്തനം നടത്തുന്നവരാണ് ആംബുലൻസ് ഡ്രൈവർമാർ. സ്വയരക്ഷ പോലും നോക്കാതെ മിന്നൽ വേഗതയിൽ രോഗികളുടെ ജീവനുമായി പായുന്ന ഇവർ സമൂഹത്തിൽ വഹിക്കുന്ന പങ്കു വലുതാണ്. എന്നാൽ ഇവർക്കെല്ലാം നാണക്കേട് വരുത്തിയ ഒരു ഡ്രൈവറെ മദ്യലഹരിയിൽ കഴിഞ്ഞ ദിവസം കൊല്ലം ചടയമംഗലം പോലീസ് പിടികൂടി. പുലർച്ചെ നടത്തിയ വാഹന പരിശോധനയിലാണ് ആംബുലൻസ് ഡ്രൈവർ ബോബൻ അറസ്റ്റിലായത്. ഇയാളെ ഇതിനു മുൻപും മദ്യപിച്ച് വാഹനമോടിച്ച് പിടിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. വെഞ്ഞാറമൂട് സ്വദേശിയായ 32 വയസ്സുള്ള ബോബനാണ് ചടയമംഗലം പോലീസിന്റെ പിടിയിലായത്. പുലർച്ചെ നടത്തിയ വാഹന പരിശോധനയിലാണ് ബോബൻ പിടിയിലാകുന്നത്. മദ്യപിച്ച ശേഷം ആംബുലൻസ് ഓടിച്ചതിന് കേസെടുത്ത് ഡ്രൈവറെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാളെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ചടയമംഗലം സിഐക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. രോഗിയുമായി ബോബൻ മദ്യലഹരിയിൽ ആംബുലൻസ് ഓടിച്ചു പോകുന്നതായാണ് പോലീസിന് വിവരം ലഭിച്ചത്. രോഗിയെ ആശുപത്രിയിലിറക്കി ബോബൻ തിരികെ വരുമ്പോഴാണ് പോലീസ് പിടികൂടിയത്. വൈദ്യപരിശോധനയിൽ ബോബൻ മദ്യപിച്ചിരുന്നുവെന്ന് കണ്ടെത്തി. ചടയമംഗലം SI മോനീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആംബുലൻസ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് 18 കൊട്ടാരക്കര. എൻ്റെ സ്വഭാവത്തിന് എന്താണ് പ്രശ്നം? വധഭീഷണി തൊട്ട് പെണ്ണുകേസ് വരെയുണ്ട്. എനിക്കിപ്പോൾ എല്ലാത്തിനെയും പേടിയാണെന്ന് പറയുന്നത് നടൻ ഉണ്ണി മുകുന്ദനാണ്. മുൻ മാനേജരെ മർദ്ദിച്ചെന്ന സംഭവത്തിൽ പോലീസ് കേസെടുത്തതിന് പിന്നാലെ ആദ്യമായാണ് നടൻ പരസ്യ പ്രതികരണം നടത്തിയത്. മാനേജർ വിപിനെ താൻ മർദ്ദിച്ചിട്ടില്ലെന്നും തർക്കത്തിനിടെ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു എന്നത് സത്യമാണെന്നും താരം പറയുന്നുണ്ട്. വിപിൻ തന്നെക്കുറിച്ച് പറഞ്ഞ മോശപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് വാക്കുതർക്കമുണ്ടായത്. അതിനിടെ മാനേജരെ മർദ്ദിച്ചെന്ന കേസിൽ നടൻ ഉണ്ണി മുകുന്ദന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. നടനെതിരെ ചുമത്തിയത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണെന്ന് വിലയിരുത്തിയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ നടപടി. മാനേജറെ മർദ്ദിച്ചെന്ന കേസിന് പിന്നാലെ ആദ്യമായാണ് നടൻ ഉണ്ണി മുകുന്ദൻ പരസ്യമായി പ്രതികരിക്കുന്നത്. ആരോപണം ഉന്നയിച്ച വിപിൻ കുമാറിനെ താൻ മർദ്ദിച്ചിട്ടില്ലെന്നും കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു എന്നത് ശരിയാണെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. അയാൾ ചെയ്ത ചില കാര്യങ്ങൾ പൊറുക്കാൻ കഴിയാത്തതായിരുന്നു. തന്നെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് അറിയണമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ കാണാൻ തീരുമാനിച്ചത്. കുറച്ച് ഇമോഷണലായാണ് താൻ സംസാരിച്ചത്. അതിന്റെ പുറത്താണ് അയാളുടെ മുഖത്തുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞതെന്നും ഉണ്ണി മുകുന്ദൻ കൊച്ചിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എൻ്റെ ആദ്യത്തെ സിനിമയിൽ, പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിൽ 3 വർഷത്തോളം എൻ്റെ ചുറ്റും നിന്നപ്പോൾ എന്നിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാനുള്ള സാധ്യത ഇയാളിലൂടെ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. എന്നാൽ അയാളെ ഞാൻ അവൻ്റെ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഞങ്ങൾ തമ്മിൽ ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു ധാരണ ഓൺ പേപ്പർ ഉണ്ടായിട്ടില്ല. ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയാണ്, ഹീറ്റഡ് ആർഗ്യുമെന്റിന്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ഗ്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ കൂളിംഗ് ഗ്ലാസ് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ്. ബിക്കോസ് ഞാൻ ഒരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ് ഒരു ഹീറ്റഡ് ആർഗ്യുമെന്റ് ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു, സത്യമാണ്.
പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞു പോയി. സംഭവത്തിന് ദൃക്സാക്ഷിയായ ഒരാൾ എന്താണ് കാര്യമെന്ന് പോലും അറിയാതെ പോലീസിനോട് പോയി പറഞ്ഞെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. അയാൾ സത്യസന്ധമായാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. താൻ വിപിനെ മർദ്ദിച്ചതായി അയാൾ പറഞ്ഞിട്ടില്ല. സംഭവം ഭാവിയിൽ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം എന്നതുകൊണ്ട് മാപ്പ് എഴുതി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടത്. അയാൾക്കൊപ്പം ഇനിയും ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. വിപിനെതിരെ ഒരു പ്രമുഖ നടി ഫെഫ്കയിൽ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നതെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. അസോസിയേഷനിൽ പോയിട്ട് ഞാൻ 2-ാം തീയതി എന്നെ വിളിച്ചത്. ഞാൻ പോയി സംസാരിക്കും. പോസിബിളി അവിടുന്ന് എന്താണ് ഒരു പറഞ്ഞു, ചിലപ്പോൾ ഇനി ഈ ഇഷ്യൂ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അതങ്ങനെ, അല്ലെങ്കിൽ കോടതി പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് കോടതിയിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ മാത്രമേ പറ്റൂ. ഈ ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ ട്രൂത്ത്ഫുള്ളി ഫോളോ ചെയ്ത എല്ലാ മാധ്യമങ്ങൾക്കും നിന്നും പോലീസ് ഉദ്യോഗസ്ഥർക്കും കോടതിക്കും മാത്രമല്ല, ഇതിപ്പോൾ എല്ലാം തീർന്നു എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു അത് സത്യമാണെന്നല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് എൻക്വയർ. ഇങ്ങനത്തെ കാര്യങ്ങൾ അവിടെ ഉണ്ട്. പേരുകളൊന്നും വെളിപ്പെടുത്താൻ പറ്റില്ല. അവർ അങ്ങനെ എന്നോട് ഇൻസ്ട്രക്ഷൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ നോട്ട് ഡൂയിങ് ഇറ്റ്. ശരിയായ പ്രശ്നം ഇതുവരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലെന്നും നടൻ പറഞ്ഞു. തെറ്റായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. കേസുമായി പൂർണ്ണമായും സഹകരിക്കും. തനിക്ക് വധഭീഷണിയുണ്ട്. ടൊവിനോ തന്റെ അടുത്ത സുഹൃത്താണെന്നും അദ്ദേഹവുമായി ബന്ധപ്പെട്ട് താൻ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും ഉണ്ണി മുകുന്ദൻ വ്യക്തമാക്കി. അതേസമയം മാനേജരെ മർദ്ദിച്ചെന്ന കേസിൽ ഉണ്ണി മുകുന്ദന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. ഉണ്ണി മുകുന്ദനെതിരെ ചുമത്തിയത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണെന്ന് വിലയിരുത്തിയാണ് കോടതി നടപടി. പോലീസ് സ്റ്റേഷനിൽ ഹാജരായി നടന് ജാമ്യം എടുക്കാമെന്നും കോടതി വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കർഷകരെ ലക്ഷ്യമിട്ടും ഓൺലൈൻ തട്ടിപ്പുകാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. PM കിസാൻ സാമ്പത്തിക സഹായത്തിൻ്റെ മറവിലാണ് തട്ടിപ്പ് നടക്കുന്നത്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫയൽ ഇൻസ്റ്റാൾ ചെയ്താൽ ഫോണിൻ്റെ നിയന്ത്രണം തട്ടിപ്പുകാർക്ക് ലഭിക്കും. അങ്ങനെ പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ടതാണ് പരാതി. വിവിധ കേസുകളിലായി 14 ലക്ഷത്തോളം രൂപ നഷ്ടമായെന്നാണ് വിവരം. ഇതുവരെയും 15ഓളം പരാതികൾ സൈബർ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തട്ടിപ്പുകൾക്ക് പിന്നിലെന്നാണ് സംശയം. കേന്ദ്ര സർക്കാർ കർഷകർക്ക് നൽകുന്ന സാമ്പത്തിക സഹായത്തിന്റെ മറവിലാണ് ഏറ്റവും ഒടുവിൽ ഓൺലൈൻ തട്ടിപ്പ് എത്തി നിൽക്കുന്നത്. PM കിസാൻ യോജനയെക്കുറിച്ച് വിവരിക്കുന്ന സന്ദേശവും ഒപ്പം ആപ്ലിക്കേഷൻ ഫയലും വാട്സാപ്പിലൂടെ പ്രചരിപ്പിച്ചാണ് തട്ടിപ്പ്. ആപ്ലിക്കേഷൻ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഫോണിന്റെ നിയന്ത്രണം തട്ടിപ്പുകാർക്ക് ലഭിക്കും. വിവരങ്ങൾ ലഭ്യമാകുന്നതോടെ ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയാണ് ചെയ്യുന്നത്. പരാതിപ്പെട്ടതിനെ തുടർന്ന് ചില കേസുകളിൽ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് പണം കൈമാറ്റം തടയാൻ സൈബർ പോലീസിനായിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തട്ടിപ്പുകൾക്ക് പിന്നിലെന്നാണ് സംശയം. സമൂഹമാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ലഭിക്കുന്ന APK ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുകയോ ഇൻസ്റ്റാൾ ചെയ്യുകയോ ചെയ്യരുതെന്ന് സൈബർ പോലീസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18. മഴക്കാലമായതോടെ മോഷ്ടാക്കൾ നാട്ടിൽ വിലസുകയാണ്. രാത്രി സമയങ്ങളിൽ മാത്രമല്ല, പകലും വീട്ടിൽ കള്ളൻ കയറിയാൽ അയൽവാസികൾ പോലും അറിയില്ല. കാസർഗോഡ് ചന്ദേരയിൽ പട്ടാപ്പകലാണ് വീട്ടിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചത്. ചന്ദേര സ്വദേശി സിദ്ദിഖ് ഹാജിയുടെ വീട്ടിൽ നിന്ന് 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നെന്നാണ് പരാതി. വീട്ടുകാർ ഉച്ചകഴിഞ്ഞ് കുടുംബസമേതം പുറത്തു പോയപ്പോഴായിരുന്നു മോഷണം. ബാങ്കിന് സമീപത്തെ സിദ്ദിഖ് ഹാജിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. സിദ്ദിഖ് ഹാജി ഹജ്ജ് കർമ്മത്തിനായി കഴിഞ്ഞയാഴ്ചയാണ് യാത്ര തിരിച്ചത്.
മറ്റു കുടുംബാംഗങ്ങൾ വെള്ളിയാഴ്ച വൈകിട്ട് 3:30 പെരുന്നാളിന് വസ്ത്രങ്ങൾ വാങ്ങാനായി പയ്യന്നൂരിൽ പോയിരുന്നു. രാത്രി 10 മണിയോടെയാണ് ഇവർ തിരിച്ചെത്തിയത്. ഈ സമയത്തിനുള്ളിലാണ് കവർച്ച നടന്നത്. വീട്ടുകാർ എത്തുമ്പോൾ വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു. വീടിനകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതായി മനസ്സിലായത്. കിടപ്പുമുറിയിലെ അലമാര തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു. കാസർഗോഡ് നിന്നുള്ള ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. കിടപ്പുമുറിയിൽ നിന്നും മണം പിടിച്ച പോലീസ് നായ അടുക്കള ഭാഗം വഴി വീടിന്റെ പുറകുവശത്തെത്തി നടവഴിയിലൂടെ റോഡിലെത്തി നിന്നു. വീടിന്റെ പിൻവശത്തു നിന്നും മോഷണത്തിന് ഉപയോഗിച്ചത് എന്ന് കരുതുന്ന വലിയൊരു സ്ക്രൂ ഡ്രൈവറും കയ്യുറയും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദേര പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ പ്രശാന്ത്, SI സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പീലിക്കോട്. വീട് പൂട്ടി കുറച്ച് ദിവസത്തേക്ക് ബന്ധുവീടുകളിലും വിനോദയാത്രയ്ക്കുമൊക്കെ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇങ്ങനെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ സ്വർണവും പണവും ഒന്നും അവിടെ സൂക്ഷിക്കാതിരിക്കുക. പാലക്കാട് മണ്ണാർക്കാട് അടച്ചിട്ട വീട്ടിൽ നിന്നാണ് പണവും സ്വർണവും മോഷ്ടിച്ചത്. ശിവൻകുന്ന് സ്വദേശിയും റിട്ടയർഡ് അധ്യാപകനുമായ ശ്രീധരൻ്റെ വീട്ടിൽ നിന്ന് 18 പവൻ സ്വർണവും 10,000 രൂപയും നഷ്ടപ്പെട്ടു. കേസിൽ പ്രതികൾക്കായി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ശിവൻകുന്ന് ശ്രീനിലയത്തിൽ റിട്ടയർഡ് അധ്യാപകൻ ശ്രീധരന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ശ്രീധരനും ഭാര്യയും കഴിഞ്ഞ ഞായറാഴ്ച ബംഗളൂരുവിലുള്ള മക്കളുടെ അടുത്ത് പോയിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നതെന്ന് കരുതുന്നു. രാവിലെ വീടിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്ന നിലയിൽ കണ്ട് അയൽവാസികൾ പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീടിന്റെ ഓടാമ്പൽ മുറിച്ചാണ് മോഷ്ടാവ് ഉള്ളിൽ കയറിയിരിക്കുന്നത്. 18 പവനും 10,000 രൂപയും നഷ്ടപ്പെട്ടതായാണ് പ്രാഥമിക വിവരം. വീട്ടുടമസ്ഥർ മടങ്ങിയെത്തിയാലേ നഷ്ടപ്പെട്ട സാധനങ്ങളുടെ കൃത്യമായ വിവരം ലഭിക്കുകയുള്ളൂ. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വീടിന്റെ പുറത്തുനിന്നും ഒരു ടാബ്, തുണികൾ എന്നിവ കിട്ടിയിട്ടുണ്ട്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 പാലക്കാട്. ആത്മീയത തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായ മനുഷ്യരെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് അന്ധവിശ്വാസവും കൂടുതലായിരിക്കും. നാഗർകോവിലിൽ ഒരു പാസ്റ്റർ മക്കളിൽ സാത്താൻ കൂടിയെന്ന് പറഞ്ഞ് അവരെ ക്രൂരമായി മർദ്ദിച്ചു. അയൽവീട്ടിലെ കുട്ടികളോടൊപ്പം കളിച്ചതിനാണ് 8 മാസം പ്രായമുള്ള പെൺകുഞ്ഞുൾപ്പെടെയുള്ള മക്കളെ ക്രൂരമായി തല്ലിച്ചതച്ചത്. കേസിൽ പാസ്റ്റർ കിങ്സ്ലി ഗിൽബർട്ടിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീട്ടിൽ പൂട്ടിയിട്ട് പോയ മക്കൾ പുറത്തിറങ്ങിയത് സാത്താൻ കൂടിയതിനാലാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. പാസ്റ്റർ കിങ്സ്ലി ഗിൽബർട്ട്, സജിനി ദമ്പതിമാർക്ക് 8ഉം 6ഉം വയസ്സുള്ള 2 ആൺമക്കളും 8 മാസം പ്രായമുള്ള മകളുമാണുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി കുട്ടികളുടെ നിലവിളി കേട്ട് അയൽവാസികൾ വീട്ടിൽ ചെന്നപ്പോൾ കതക് പൂട്ടിയിരുന്നു. പാസ്റ്ററെ വിളിച്ചിട്ടും കതക് തുറക്കാതായപ്പോൾ അയൽവാസികൾ കരിങ്കൽ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് എത്തിയ ശേഷം കതക് തുറന്നപ്പോൾ 3 കുട്ടികളെയും കയറിൽ കെട്ടിയിട്ട നിലയിലാണ് കണ്ടത്. കുട്ടികളുടെ ദേഹത്ത് അടിയുടെ പാടുകളുമുണ്ടായിരുന്നു. ഒരു കുട്ടിക്ക് ശരീരമാസകലം ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സംഭവം നടക്കുമ്പോൾ കുട്ടികളുടെ അമ്മ വീട്ടിലുണ്ടായിരുന്നതായും പോലീസ് പറഞ്ഞു. ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകിയ ശേഷം കുട്ടികളെ സമീപത്തെ ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി.
കുട്ടികളെ വീട്ടിൽ അടച്ചിട്ട ശേഷമാണ് കിങ്സ്ലി ഗിൽബർട്ടും ഭാര്യയും വിവിധ സ്ഥലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് പോകുന്നത്. കഴിഞ്ഞ ദിവസം കുട്ടികളെ വീട്ടിലാക്കി പുറത്തുപോയ കിങ്സ്ലി മടങ്ങിയെത്തിയപ്പോൾ ഇവർ അയൽവീട്ടിലെ കുട്ടികളുമായി കളിക്കുന്നത് കണ്ട് പ്രകോപിതനായി. തുടർന്ന് വീട്ടിലെത്തിച്ച ശേഷം വ്യായാമത്തിനുപയോഗിക്കുന്ന കട്ടിയുള്ള കയറുപയോഗിച്ച് കുട്ടികളെ അടിക്കുകയായിരുന്നു. പൂട്ടിയിട്ട് പോയ മക്കൾ പുറത്തിറങ്ങിയത് സാത്താൻ കൂടിയതിനാലാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. സംഭവത്തിൽ കുട്ടികളുടെ അമ്മയെയും ചോദ്യം ചെയ്യും. അവർക്കും ഭർത്താവിന്റെ ക്രൂരതയിൽ പങ്കുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 നാഗർകോവിൽ. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന കേസിൽ അറസ്റ്റിലായ ബ്ലോഗർ ജ്യോതി മൽഹോത്ര എന്തിനാണ് കണ്ണൂരിലെത്തിയത്? കേരളത്തിൽ നടത്തിയ 7 ദിവസത്തെ സന്ദർശനത്തിനിടെ ജ്യോതി ആലക്കാട് കാശിപുരം വനശാസ്ത്ര ക്ഷേത്രത്തിലെത്തിയതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ ഉത്സവത്തിൻ്റെ വീഡിയോ വ്ലോഗ് ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത്. സംഭവത്തിൽ രഹസ്യാന്വേഷണ വിഭാഗവും പോലീസും അന്വേഷണം ആരംഭിച്ചു. കേരളത്തിലെത്തിയപ്പോൾ യുവതി കൊച്ചി കപ്പൽശാലയിലും സന്ദർശനം നടത്തിയതായ വിവരങ്ങൾ നേരത്തെ പോലീസിന് ലഭിച്ചിരുന്നു. ചാരവൃത്തിക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഹരിയാനയിലെ യൂട്യൂബർ ജ്യോതി മൽഹോത്രയുടെ സോഷ്യൽ മീഡിയ പേജുകൾ പരിശോധിച്ചതിൽ നിന്നാണ് അവർ കണ്ണൂരിലെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചത്. ക്ഷേത്രത്തിൽ നിന്നുള്ള തെയ്യത്തിന്റെ വീഡിയോ ജ്യോതിയുടെ സോഷ്യൽ മീഡിയ പേജിൽ നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശിവനോടൊപ്പം സ്വയംഭൂവായി വനശാസ്താവ് പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്ന പുരാതന ക്ഷേത്രമാണ് കാശിപുരം വനശാസ്ത ക്ഷേത്രം. കഴിഞ്ഞ ജനുവരിയിൽ കേരളത്തിൽ നടത്തിയ 7 ദിവസത്തെ സന്ദർശനത്തിനിടെ ജ്യോതി ഈ ക്ഷേത്രത്തിലും എത്തിയെന്നാണ് കരുതുന്നത്. കേരള സന്ദർശനത്തിനിടെ ജ്യോതി കൊച്ചി മട്ടാഞ്ചേരിയിലെ കപ്പൽശാലയിലും സന്ദർശനം നടത്തിയതായാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. മട്ടാഞ്ചേരിയിലെ ഹോട്ടലിലായിരുന്നു ഈ കാലയളവിൽ ജ്യോതി താമസിച്ചിരുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട്. ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിലാണ് ജ്യോതി തന്റെ ട്രാവൽ വ്ളോഗുകൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പെഹൽഗാം ആക്രമണത്തിന് മുമ്പ് ജ്യോതി മൽഹോത്ര നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി കണ്ടെത്തിയിരുന്നു. സമൂഹമാധ്യമങ്ങളിലെ ഇൻഫ്ലുവൻസേഴ്സിനെ ലക്ഷ്യമിടുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാൻ ഇന്റലിജൻസ് ജ്യോതിയെ റിക്രൂട്ട് ചെയ്യാൻ പദ്ധതിയിട്ടിരുന്നതായും വിവരങ്ങൾ കൈമാറിക്കിട്ടാൻ ശ്രമിച്ചിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. വിശദമായ ചോദ്യം ചെയ്യലിൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജന്റുമാരുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നുവെന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ വന്നു. ചാരവൃത്തിയുമായി ബന്ധപ്പെട്ട് ജ്യോതി മൽഹോത്ര അടക്കം 12 പേരെയാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് പാകിസ്ഥാന് വിവരങ്ങൾ ചോർത്തി നൽകിയെന്ന കുറ്റത്തിന് അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര പോലീസ് കസ്റ്റഡിയിലാണ്. രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഇവരെ ചോദ്യം ചെയ്യുന്നുണ്ട്. ന്യൂസ് 18 കണ്ണൂർ. യൂട്യൂബർമാരും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും നാട്ടിൽ കലാപം സൃഷ്ടിക്കുന്ന രീതിയിൽ ചിലപ്പോൾ വീഡിയോകളും പോസ്റ്റും ഇടാറുണ്ട്. ഇതിൻ്റെ പേരിലുണ്ടാകുന്ന കേസും നടപടികളും പിന്നീട് വല്ലാത്ത പൊല്ലാപ്പുണ്ടാക്കുമെന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വർഗീയ പരാമർശത്തിലാണ് പൂനെയിലെ നിയമ വിദ്യാർത്ഥിനിയും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ ഷർമിഷ്ഠ പനോളി കുടുങ്ങിയത്. സംഭവത്തിൽ പെൺകുട്ടിയെ കൊൽക്കത്ത പോലീസ് അറസ്റ്റ് ചെയ്തു. കൊൽക്കത്തയിലെ പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. ഷർമിഷ്ഠയും കുടുംബവും ഒളിവിലാണെന്നും ഹാജരാവാൻ നോട്ടീസ് നൽകാൻ കഴിഞ്ഞില്ലെന്നും പോലീസ് വ്യക്തമാക്കിയതോടെ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെള്ളിയാഴ്ച രാത്രി ഗുരുഗ്രാമിൽ നിന്ന് ഷർമിഷ്ഠയെ അറസ്റ്റ് ചെയ്തത്. ഇവരെ കൊൽക്കത്തയിലെ അലിപൂർ കോടതിയിൽ ഹാജരാക്കി.
പൂനെയിൽ നിയമവിദ്യാർത്ഥിനിയായ ഷർമിഷ്ഠ പനോളി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട ബോളിവുഡ് താരങ്ങൾ നിശബ്ദത പാലിക്കുകയാണെന്ന് ആരോപിച്ചായിരുന്നു ഷർമിഷ്ഠയുടെ വിവാദ വീഡിയോ. ഈ വീഡിയോയിൽ പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യമിട്ടുള്ള വർഗീയ പരാമർശങ്ങളും അടങ്ങിയിരുന്നു. വീഡിയോ വിവാദമായതോടെ ഇത് പിന്നീട് നീക്കം ചെയ്യുകയും ഷർമിഷ്ഠ മാപ്പ് പറയുകയും ചെയ്തു. വ്യക്തിപരമായ അഭിപ്രായമാണ് പറഞ്ഞതെന്നും ആരെയും വേദനിപ്പിക്കാൻ മനഃപൂർവ്വം ആഗ്രഹിച്ചിട്ടില്ലെന്നുമാണ് ഷർമിഷ്ഠ പറയുന്നത്. ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇനി മുതൽ ജാഗ്രത പാലിക്കുമെന്നും ഷർമിഷ്ഠ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് മലയാളി സംഘടന ദുബായിൽ സ്വീകരണമൊരുക്കിയതിനെ ചൊല്ലി വിവാദം. അഫ്രീദിയെ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതിൽ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ്. എന്നാൽ അതേ വേദിയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന അഫ്രീദി ക്ഷണിക്കാതെ ചടങ്ങിലേക്ക് വരികയായിരുന്നുവെന്നാണ് സംഘാടകരുടെ വാദം. സംഭവത്തിൽ വിശദീകരണവുമായി കുസാറ്റും രംഗത്തെത്തി. കുസാറ്റിലെ ഔദ്യോഗിക പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുമായി ഈ പരിപാടിക്ക് ബന്ധമില്ലെന്നും സർവകലാശാലയുമായി ബന്ധമുണ്ടെന്ന തരത്തിലെ പ്രചരണം അടിസ്ഥാനരഹിതമെന്നും കുസാറ്റ് അധികൃതർ വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ 25-ാം തീയതിയാണ് ഓർമ്മ ചുവടുകൾ എന്ന പേരിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലൂമിനി അസോസിയേഷൻ ദുബായിൽ പരിപാടി സംഘടിപ്പിച്ചത്. പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് കമ്മ്യൂണിറ്റി സെന്ററായിരുന്നു വേദി. ഈ പരിപാടിയിൽ പാക് മുൻ ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുല്ലും പങ്കെടുത്തതാണ് വിവാദമായത്. ഷാഹിദ് അഫ്രീദിയെ വേദിയിലേക്ക് ആനയിക്കുന്നതും സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നതും ദൃശ്യങ്ങളിലുണ്ട്. പരിപാടിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് ഉയർന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ ആനയിച്ചു കൊണ്ടുവന്ന് ആഘോഷം സംഘടിപ്പിച്ച മലയാളി സംഘടനയെ 5-ാം പത്തികൾ എന്നല്ലാതെ എന്ത് വിളിക്കാനെന്നായിരുന്നു BJP നേതാവ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. വിമർശനം കടുത്തതോടെ വിശദീകരണവുമായി സംഘടനാ ഭാരവാഹികൾ രംഗത്തെത്തി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതിന് മുൻപേ ഹാൾ ബുക്ക് ചെയ്തിരുന്നതാണ്. മറ്റൊരു വേദി കണ്ടുപിടിക്കുന്നത് അസാധ്യമായതിനാൽ അതേ വേദിയിൽ തന്നെ പരിപാടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ചടങ്ങിലേക്ക് താരങ്ങളെ ക്ഷണിച്ചിരുന്നില്ല. അതേ ഓഡിറ്റോറിയത്തിൽ മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന താരങ്ങൾ വിളിക്കാതെ കയറി വരികയായിരുന്നുവെന്നും എല്ലാം പെട്ടെന്നായതിനാൽ നിയന്ത്രിക്കാൻ ആയില്ലെന്നുമാണ് വിശദീകരണം. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ചില ബാങ്ക് ഉദ്യോഗസ്ഥരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. കൊല്ലം അഴീക്കലിൽ ഒരു നിർധന കുടുംബത്തോട് സ്വകാര്യ ധനകാര്യ സ്ഥാപനം കാട്ടിയ ക്രൂരത അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കുട്ടിയുടെ പാൽക്കുപ്പിയും വസ്ത്രങ്ങളും പോലും എടുക്കാൻ അനുവദിക്കാതെയാണ് കുടുംബത്തെ ഇറക്കിവിട്ടത്. അതറിഞ്ഞ് സ്ഥലത്തെത്തിയ CR മഹേഷ് MLA ജപ്തി ചെയ്ത വീടിൻ്റെ പൂട്ട് തകർത്തു. MLA വീട് തുറന്ന് കുട്ടിയുടെ സർട്ടിഫിക്കറ്റുകളും തുണിയും എടുത്തു നൽകിയതിനു ശേഷം വീട് പൂട്ടുകയും ചെയ്തു. ഇവരുടെ ബാങ്കിലെ ബാധ്യത അടച്ചു തീർക്കാൻ നാട്ടുകാരുമായി കൂടിയാലോചിച്ച് ഇടപെടൽ നടത്തുമെന്ന് MLA അറിയിച്ചു. കൊല്ലം അഴീക്കൽ സ്വദേശികളായ അനുമോനും ഭാര്യയും 3 കുട്ടികളുമടങ്ങുന്ന കുടുംബം താമസിച്ചിരുന്ന വീടാണ് ജപ്തി ചെയ്തത്. ഇളയ കുട്ടിക്ക് 9 മാസം മാത്രമാണ് പ്രായം. ഈ മാസം 12-നാണ് ചോളമണ്ഡലം ഫിനാൻസ് കമ്പനി വീട് ജപ്തി ചെയ്തത്. സർട്ടിഫിക്കറ്റും വസ്ത്രങ്ങളുമെങ്കിലും എടുക്കാൻ അവസരം നൽകണമെന്ന് പറഞ്ഞിട്ടും ജീവനക്കാർ അതിനനുവദിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഇവരുടെ ദുരിതം മനസ്സിലാക്കിയ CR മഹേഷ് MLA വീട് തുറന്ന് സാധനങ്ങൾ എടുത്തു നൽകുകയായിരുന്നു.
വസ്ത്രവും സർട്ടിഫിക്കറ്റും. മൂത്ത കുട്ടിയുടെ +1 പ്രവേശനത്തിന് സർട്ടിഫിക്കറ്റ് ആവശ്യമായപ്പോൾ കുടുംബത്തിന്റെ അഭ്യർത്ഥന അനുസരിച്ചാണ് MLA പ്രശ്നത്തിൽ ഇടപെട്ടത്. ഇതിന് അവർക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. തുണി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ സർട്ടിഫിക്കറ്റ് എല്ലാം എടുക്കുന്നത് കൂട്ടി താക്കോൽ നമ്മൾ എടുക്കണം. പക്ഷേ ഇത് ഈ ഒരു കൊള്ളയാണ്. ഒരു പട്ടാപ്പകൽ ആലപ്പാട് പോലെ ഒരു തീരപ്രദേശത്ത് വന്ന് നടത്തിയ പൂച്ചക്കുഞ്ഞിനെ പിടിച്ചെറിയുന്നത് പോലെ ഒരു പൈക്കുഞ്ഞുൾപ്പെടെ 2 കുഞ്ഞുങ്ങളെ ഇവരെയും പിടിച്ചിറക്കിയത്. അപ്പോൾ ഞങ്ങൾ പഞ്ചായത്ത് ദിവസങ്ങളിൽ അംഗന്മാരെല്ലാം ഉണ്ട്. ഞങ്ങൾ വന്നത് തുറന്ന് ഇവർക്ക് അത്യാവശ്യം വേണ്ട തുണിത്തരങ്ങൾ, ഒരു അടിവസ്ത്രം ഉൾപ്പെടെ ഇതിനകത്ത്. പക്ഷേ എന്നാലും ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ സഹായിക്കും. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം ബുക്കും പുസ്തകവും സ്കൂളിൽ പോകാനുള്ള തുണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ബാങ്കും കോടതിയും മുഖാന്തരവുമായി ഇതൊരു കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ പേര് നടപ്പിലാക്കുമ്പോൾ ഈ വഴിയിറക്കപ്പെടുന്ന ആളുകളുടെ ജീവൻ അതുകൂടി സംരക്ഷിക്കാനുള്ള ബാധ്യത നിയമത്തിനുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അടിവരയിട്ട് പറയുകയാണ്, ഇതൊരു നിയമത്തോടുള്ള വെല്ലുവിളിയല്ല, ഇതൊരു മനുഷ്യത്വപരമായ ഇടപെടലാണ്. വീട്ടുകാർ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു വീട് പൂട്ടി ജപ്തി ചെയ്തത്. വസ്ത്രങ്ങൾ മാറിയിടാൻ പോലും കഴിയാതെ വരികയും കുട്ടിയുടെ തുടർപഠനം പോലും പ്രതിസന്ധിയിലാവുകയും ചെയ്തതോടെയാണ് കുടുംബം MLAയുടെ അടുത്ത് പരാതിയുമായി എത്തിയത്. എനിക്ക് കണ്ണിന് കാഴ്ച വന്നതുകൊണ്ട് ഇത് പെൻഡിങ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ലോൺ ബാക്കി എന്തുണ്ടെങ്കിലും ഇത് പെൻഡിങ് ഇട്ടിട്ടില്ല. നമ്മൾ 6,70,000 തിരിച്ചടച്ചത് 18 ലക്ഷത്തിൻ്റെ അതിൽ 14 ചില്ലറ നമുക്ക് കിട്ടി. അതിൽ 6 തവണ അടച്ചു. ബാക്കി അവർ 12 പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ അവർ പറയുന്നത് 20,50,000. വീട് ജപ്തിയായി കഴിഞ്ഞ് ആരും ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്ത് എല്ലാവരും പറഞ്ഞ് CWC-കാരൊക്കെ അറിഞ്ഞ്, ഇപ്പോൾ MLA സാർ അറിഞ്ഞ്, MP സാറൊക്കെ പറഞ്ഞ് കൂടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞു. സർട്ടിഫിക്കറ്റ് എടുത്തതിൽ സന്തോഷം. ആദ്യം ഇവരൊക്കെ പറഞ്ഞാൽ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്നാണ്. ഇപ്പോൾ എടുത്തപ്പോൾ ഭയങ്കര സന്തോഷം. ജപ്തിക്ക് ശേഷം ഓച്ചിറ ക്ഷേത്രത്തിലെ സത്രത്തിലായിരുന്നു കുടുംബം അഭയം പ്രാപിച്ചിരുന്നത്. വീട്ടിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും മകളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റുമാണ് MLA എടുത്തു നൽകിയത്. തുടർന്ന് MLA തന്നെ വീട് താഴിട്ട് പൂട്ടി. വീട് നിർമ്മാണത്തിനായി 18 ലക്ഷം രൂപയാണ് ഇവർ വായ്പ എടുത്തിരുന്നത്. ഇതിൽ 6 ലക്ഷത്തോളം രൂപ തിരികെ അടച്ചിരുന്നു. അനുമോന്റെ ഭാര്യ അശ്വതിക്ക് സുഖമില്ലാതെയാകുകയും ഇവരുടെ കാഴ്ച കുറയുകയും ചെയ്തതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയതെന്ന് കുടുംബം പറയുന്നു. ഇപ്പോൾ പലിശ സഹിതം 21 ലക്ഷം രൂപയാണ് ബാങ്കിൽ അടയ്ക്കേണ്ടത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു നൽകുമെന്നും ബാങ്കിലെ ബാധ്യത അടച്ചു തീർക്കാൻ നാട്ടുകാരുമായി കൂടിയാലോചിക്കുമെന്നും MLA അറിയിച്ചു. ന്യൂസ് 18 കൊട്ടാരക്കര. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാലക്കാട് അഗളിയിൽ പുലിപ്പല്ലും ചന്ദനവുമായി വനം വകുപ്പ് മുൻ വാച്ചർ ഉൾപ്പെടെ 3 പേർ വനം വകുപ്പിന്റെ പിടിയിലായി. പുതൂർ സ്വദേശി അബ്ദുൽ സലാം, ആലുവ സ്വദേശി നിയാസ്, മുൻ വനം വകുപ്പ് വാച്ചർ കൃഷ്ണമൂർത്തി എന്നിവരാണ് പിടിയിലായത്. വയനാട് വന്യജീവി സങ്കേതത്തിൽ നായകളുടെ കടിയേറ്റ് പരിക്കേറ്റ പുള്ളിമാനിനെ പിടികൂടി കൊന്ന് കറിവെച്ച സംഭവത്തിൽ 4 പേരെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് നൂൽപ്പുഴ സ്വദേശികളായ സുനിൽ, സന്തോഷ്, രാധാകൃഷ്ണൻ, ശിവരാമൻ എന്നിവർ. പട്ടി കടിച്ചതിന്റെ വിരോധം തീർക്കാൻ വയോധികനെ വീട്ടിൽ കയറി ആക്രമിച്ചെന്നും കാർ കോടാലി കൊണ്ട് വെട്ടി കേടുപാടുകൾ വരുത്തിയെന്നും പരാതി. കണ്ണൂർ പായം സ്വദേശി സന്തോഷിനെതിരെ എള്ളുകാലായിൽ ജോണാണ് ഇരിട്ടി പോലീസിൽ പരാതി നൽകിയത്. കൊൽക്കത്തയിൽ സഹോദരന്റെ ഭാര്യയുടെ തലയറുത്ത് യുവാവ്. ബിമൽ മൊണ്ടാൽ എന്ന യുവാവാണ് മൂത്ത സഹോദരന്റെ ഭാര്യ സതി മൊണ്ടാലിനെ കൊന്ന ശേഷം പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. മഹാരാഷ്ട്രയിൽ ഏറെ ചർച്ചയായ വൈഷ്ണവി ഹഗവാനിയുടെ സ്ത്രീപീഡന മരണക്കേസുമായി ബന്ധപ്പെട്ട് കൂട്ടുപ്രതിയും അറസ്റ്റിലായി. വൈഷ്ണവിയുടെ ഭർത്താവ് ശശാങ്ക് ഹഗവാനിയുടെ ബിസിനസ് പങ്കാളിയായ നീലേഷ് ചവാനിയാണ് നേപ്പാൾ അതിർത്തിയിൽ നിന്ന് പിടികൂടിയത്. കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങളും മിഠായിയും വാങ്ങിത്തരണമെന്ന് പറഞ്ഞ് മക്കൾ മാതാപിതാക്കളോട് വാശി പിടിക്കാറുണ്ട്. അന്നൊക്കെ കയ്യിൽ പണമില്ലെങ്കിലും കുട്ടികളുടെ ഇഷ്ടങ്ങൾ പല അച്ഛനമ്മമാരും സാധിച്ചു കൊടുക്കുമായിരുന്നു. വളർന്നു വലുതായപ്പോൾ മക്കളുടെ ആഗ്രഹങ്ങളും വലുതായി. വന്ന് മദ്യവും കഞ്ചാവും വാങ്ങാൻ പോലും മാതാപിതാക്കളോട് പണം ചോദിക്കുന്നവരുണ്ട്. പണം നൽകിയില്ലെങ്കിൽ അക്രമാസക്തരായി സ്വന്തം അമ്മയെപ്പോലും തല്ലാൻ അവർക്ക് മടിയില്ല. പാലക്കാട് ചിറ്റൂരിൽ മദ്യപിക്കാൻ പണം നൽകാത്തതിന് മകൻ അമ്മയെ കമ്പി കൊണ്ട് ക്രൂരമായി ആക്രമിച്ചു. ചിറ്റൂർ കന്നിമാരി സ്വദേശി ജയപ്രകാശാണ് അമ്മ കമലാക്ഷിയെ ആക്രമിച്ചത്.
കേസിൽ മകൻ ജയപ്രകാശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സ്വന്തം അമ്മയെ വരെയും ആക്രമിക്കുന്നവർ ലഹരി മൂത്ത് മനോനില തെറ്റിയവരായിരിക്കും. അവർക്കെതിരെ ശക്തമായ നടപടിയാണ് പോലീസ് സ്വീകരിക്കേണ്ടത്. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു.